ഞാൻ നിങ്ങളുടെ പിങ്കുവാ. എല്ലാരും അറിഞ്ഞാണല്ലോ. എനിക്കൊരു മനസ്സമാധാനം ഇല്ല കേട്ടോ. ഇവിടെ എനിക്കൊരു മനസ്സമാധാനം ഇല്ല. എന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞാണല്ലോ. മൂക്കിന്റെ ഒരു ഭാഗം അങ്ങ് പോയി കിട്ടി. ഇവിടെ ഒരു മുതുക്കിത്തള്ള ഉണ്ടല്ലോ, ഭ്രാന്തെടുത്തൊരു മുതുക്കിത്തള്ള. അവരെ കലിപ്പ് തീർത്തതാ. ഞാൻ അവരെ ഒന്ന് സ്നേഹിക്കാൻ ചെന്നതാണ് കുറ്റം. സ്നേഹിക്കുന്നതൊരു കുറ്റമാണ്. എനിക്ക് ഇന്നലത്തോടെ ബോധ്യമായി. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഞാനാണല്ലോ. ആരെന്തൊക്കെ പറഞ്ഞാലും ഞാനല്ലാതാവുന്നില്ലല്ലോ. പക്ഷേ അതൊന്നും ഈ വീട്ടിൽ ആരും മനസ്സിലാക്കുന്നില്ല. എനിക്ക് മാത്രം ആരെ സ്നേഹിച്ചൂടാ. ഇത് ഇവിടുത്തെ നിയമമാണ്. ഇവിടെ ഒരു മിക്കുണ്ട്. പട്ടികളായാലും കുട്ടികളായാലും എല്ലാവരും പൊക്കിക്കൊണ്ട് നടക്കുക അവിടെ. എനിക്ക് മാത്രം ആരെ സ്നേഹിച്ചൂടാ. എനിക്ക് ഏറെ സങ്കടം തോന്നിയ കാര്യം ഇതൊന്നുമല്ല. എൻ്റെ മൂക്ക് കടിച്ചു പറിച്ചതോ മൂക്കിന് ചോര വന്നതോ ഇതൊന്നുമല്ല. ഇതെല്ലാം കണ്ടിട്ട് ഇവിടുത്തെ തള്ള ഒരക്ഷരം മിണ്ടിട്ടില്ല ഇതുവരെ. അവരാ ബെല്ലത്തള്ളയോട് ഈ നിമിഷം വരെ അവരിതിനെ പറ്റി ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഈ വീട്ടിൽ കരവഴിപാട്ട് കിടക്കുവന്നു. എനിക്കൊരു ആപത്ത് വന്നപ്പോ എന്റെ കൂടെ നിന്ന് ചോദിക്കാനും പറയാനും എനിക്ക് ആരുമില്ല. നിങ്ങൾക്ക് അറിയാമോ ഗൈസ്, മൂക്ക് കടിച്ച് പറിച്ചത് പിന്നെ എനിക്ക് നേരെ ശ്വാസം വിടാൻ പറ്റുന്നില്ല. ഇങ്ങനെ മലന്ന് കിടന്നാലേ ശ്വാസം വിടാൻ പറ്റുന്നുള്ളൂ. ശ്വാസം മുട്ടലായി എനിക്ക്. മൂക്ക് പോയതോടെ എന്റെ ജീവിതം പോയി. ഞാൻ കരഞ്ഞു പറഞ്ഞത് അമ്മച്ചിയോട്, അമ്മച്ചി എനിക്ക് മൂക്ക് വേദന എടുക്കുന്നു, എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കാം. അപ്പൊ ആ തള്ള എന്താ പറഞ്ഞെന്നറിയാമോ? നീ എന്തിനാ വേണ്ടാത്ത കാര്യത്തിൽ പോലെ നിനക്ക് നിന്റെ പാട് നോക്കി പോയപ്പോഴാ നീ അങ്ങോട്ട് കയറിച്ചത് മേടിച്ചെല്ലിയത്. ഞാൻ എല്ലാവരും സ്നേഹിക്കാനേ പഠിച്ചിട്ടുള്ളൂ. എനിക്ക് എന്റെ മനസ്സിൽ സ്നേഹം മാത്രമേ ഉള്ളൂ എല്ലാവരോടും. ദണ്ണമുണ്ട്, ഒരുപാട് ദണ്ണമുണ്ട്. ഞാനിങ്ങനൊന്നും അല്ല കരുതിയത് ആരെയും പറ്റി. നമുക്കൊരു ആപത്ത് വരുമ്പോഴേ നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കുക കേട്ടോ. മറ്റുള്ളവർ എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്കൊരു ആപത്ത് വരണം. അന്നേരം കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ സ്നേഹമുള്ളത്. അങ്ങനെ ഒരാൾ എനിക്കില്ല. കുഴപ്പമില്ല, എന്നെ ആർക്കും വേണ്ടെങ്കിലും ഞാൻ എല്ലാവർക്കും ഉപയോഗിക്കുന്നുണ്ടല്ലോ. അത് മതി എനിക്ക്. എൻ്റെ സ്വന്തം മമ്മി ആയാലും സ്വന്തം ചേച്ചി ആയാലും എല്ലാവരും നോക്കി നിന്നതേ ഉള്ളൂ. എൻ്റെ ചേച്ചി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലേ, ഒരിക്കലും നമ്പാൻ കൊള്ളത്തില്ല. അവളെ കണ്ട അവളുടെ സ്വഭാവം. എനിക്ക് ഇത്രയൊക്കെ പറ്റിയിട്ടും അവള് കളിച്ചിരിയായിട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് ആരുടെ മുന്നിലാണ്. കണ്ട, ഇതാണ് ഒരു ചേച്ചിയുടെ സ്നേഹം. ഇപ്പൊ ആ തള്ളക്ക് വല്ല കുഴപ്പമുണ്ടോ നോക്കിയാട്ടെ. കണ്ട, അവളെന്ന് വെച്ചാലെന്ന് അവളെപ്പോലെ ഇല്ലേ ഞാനല്ലേ ഈ വീട്ടിലെ അല്ലേ കുഞ്ഞ്, ഏറ്റവും അല്ലേ കുഞ്ഞ്, എല്ലാ കുഞ്ഞും ഞാനല്ലേ ഈ വീട്ടിലെ. എന്നെയല്ലേ എല്ലാരും സ്നേഹിക്കുക ഇങ്ങനെ കൊണ്ടടക്കുകയും ചെയ്യേണ്ടെന്ന്. ഇച്ചിരി തടിയും ഒക്കെ കൂടിപ്പോയി എന്ന് കരുതി ഈ വീട്ടിലുള്ളവരുടെ വിചാരം ഞാനാ ഈ വീട്ടിലെ ഏറ്റവും മൂത്തേന്ന. എനിക്ക് ഇച്ചിരി തടി കൂടിപ്പോയത് എന്റെ കുറ്റമാണ്. എന്റെ ഡാഡിയെ പോലെ ആയിപ്പോയി ഞാൻ. എന്റെ കുറ്റമാണ് അത്. ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്നതാണ്. തള്ളയുടെ കെട്ടിടം മാറും. കണ്ട, തള്ള ഇപ്പൊ കണ്ടത് തള്ളയുടെ കെട്ടിടം മാറുന്നുണ്ട്. ഞാൻ ഈ തള്ളയുടെ എന്തോ കുറ്റം പറ്റിയത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നേരെ ഇരിക്കും കേട്ടോ. നേരെ ഇരിക്കുമ്പോ മുഖി കൂടെ ശ്വാസം വിടാൻ പറ്റുന്നുണ്ട്. പക്ഷെ കിടക്കാൻ പറ്റുന്നില്ല ഗൈസ്. എനിക്ക് കിടക്കുമ്പോ മുഖി കൂടെ ശ്വാസം വിടാൻ പറ്റുന്നില്ല. നേരെ കിടക്കാനേ പറ്റുന്നുള്ളൂ. മലന്ന് കിടന്നാലും ശ്വാസം വിടാൻ പറ്റുന്നുള്ളൂ ഗൈസ് എനിക്ക്. എന്റെ ജീവിതം പോയി കിട്ടി. എന്റെ മൂക്ക് പോയി. എന്റെ ജീവിതം പോയി കിട്ടി ഗൈസ്. ഞാൻ ഇനി എന്തിനാ ജീവിക്കുന്നത്? ഇവിടുത്തെ തള്ള ഉണ്ടല്ലോ, മീൻ കെട്ടിക്കാനിരിക്കുമ്പോ വിളിക്കും, എടി പിങ്കുവേ ഇങ്ങോട്ടൊന്ന് വന്നേടി, ഈ കാക്കയൊന്ന് ഓടിച്ചു വിടറേന്നും പറഞ്ഞു. അപ്പൊ ഞാൻ എന്തെങ്കിലും അത്യാവശ്യം പണി ചെയ്തോണ്ടിരിക്കുകയായിരിക്കും. ഞാൻ പറയും, അമ്മേച്ചി മിക്കുനെ വിളി, ഞാനിക്കിപ്പോ ഒഴിവില്ല. അപ്പം പറയും, മിക്കു വെറും ഞഞ്ഞപ്പയാ, അവളെ കൊണ്ടൊന്നും നടക്കത്തില്ല, നീ വന്നാലേ കാര്യങ്ങൾ നടക്കൂ, നീ അമ്മിടിക്കുന്നു. എന്നിട്ട് എനിക്കൊരു പ്രശ്നം വന്നപ്പോ ഇനി മീൻ കെട്ടിക്കുമ്പോ തള്ള എന്നെ വിളിക്കട്ടെ, ചെല്ലാപ്പ അപ്പൊ ചെന്ന് കാക്ക ഓടിക്കാം. കാക്ക അവരുടെ മീനെല്ലാം കൊത്തിക്കൊണ്ട് പോട്ടെ. എല്ലാം കൊത്തിക്കൊണ്ട് പോയി അവരെ മീൻ കൂട്ടണ്ട എന്നെ മാറി നോക്കിട്ട് എന്നെ ഇനി ആർക്കും പേടി.